പുനെമല്ലൂസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് ചടയമംഗലം ജടായുപ്പാറയിലേക്കുള്ളൊരു യാത്രയാണ്. വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ചടയമംഗലം ജടായുപ്പാറ. ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ കാണാനായിട്ട്. അതുപോലെ കേബിൾ കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് കമൻറ്റ് എഴുതാൻ ആരും മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൊല്ലം ജില്ലയിലെ ചടയമംഗലം പട്ടണത്തിനടുത്തുള്ള ജടായുപ്പാറയിലാണ് ജടായു എർത്ത് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ജടായു എർത്ത് സെൻറ്ററിലെ എൻട്രൻസ്. നമുക്ക് അവിടെ തിരക്ക് കാണാൻ പറ്റും. അവിടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനായി രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് കേബിൾ കാർ വഴി, അല്ലെങ്കിൽ നടന്നു പോകാം. നടന്നു പോകുന്നവർക്ക് ഒരാൾക്ക് 325 രൂപയാണ്. കേബിൾ കാർ വഴിയാണ് മുകളിലേക്ക് പോകുന്നതെങ്കിൽ 266 രൂപ എൻട്രി ഫീസായിട്ട് മാത്രം നൽകണം. പിന്നെ കേബിൾ കാറിൻ്റെ ചാർജ് 289 രൂപ വേറെയും കൊടുക്കേണ്ടതായിട്ട് വരും. കേബിൾ കാർ കൗണ്ടറിൽ നിന്ന് നമുക്ക് ഗൂഗിൾ പേ വഴി ടിക്കറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ എൻട്രി കൗണ്ടറിൽ നമുക്ക് ഗൂഗിൾ പേ പറ്റില്ല, ക്യാഷ് പേയ്മെൻറ്റ് തന്നെ നൽകേണ്ടി വരും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഗൂഗിൾ പേ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വരരുത്. എൻട്രി എടുക്കുന്നിടത്ത് ഈ താഴെ ഭാഗത്ത് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് തന്നെ കൊടുക്കണം. ഇനി ഞങ്ങൾ എൻട്രി ഫീസ് എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് പോകുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്തേക്കാണ്. ഇനി നമ്മൾ നടന്നാണ് പോകുന്നതെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അതൊരു 820 സ്റ്റെപ്പോളം കയറാനുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ കേബിൾ കാർ യൂസ് ചെയ്ത് മുകളിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്. അവരുടെ കയ്യിൽ നമ്മൾ എൻട്രി ടിക്കറ്റ് കാണിക്കണം. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഹാൻഡ് ബാഗ് തുറന്ന് കാണിക്കേണ്ടി വരും. അതവർ ചെക്ക് ചെയ്യും. നമ്മുടെ ബാഗിൽ വല്ല ഫുഡ് ഐറ്റംസോ പ്ലാസ്റ്റിക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിവിടെ പിടിച്ചു വയ്ക്കും. തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് അവരിൽ നിന്ന് വാങ്ങാവുന്നതാണ്. കാരണം പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും അവർ മുകളിലോട്ട് കൊണ്ടുപോയില്ല. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും സ്ത്രീകളാണ് സ്റ്റാഫായിട്ടുള്ളത്. സെക്യൂരിറ്റീസ് ആണെങ്കിലും മറ്റ് ജോലികൾക്കാണെങ്കിലും സ്ത്രീകളാണ് കൂടുതലും ഉള്ളത്. ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നിടത്തും എല്ലാം. കാരണം ഈ ഒരു ജടായു എർത്ത് സെൻറ്ററിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സെക്ഷനിൽ ചെല്ലുമ്പോഴും അവിടെ സെക്യൂരിറ്റീസായിട്ടും ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നതായിട്ടും ഫുഡ് എടുത്തു കൊടുക്കുന്നതിനും ഫുഡ് കൊടുക്കുന്നിടത്തും കൗണ്ടറുകളിലും എല്ലാം നമുക്ക് സ്ത്രീകളെ കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് കേബിൾ കാർ വഴി പോകുന്നതിനുള്ള ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ഹാളിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. അവർ നമ്മളോടിവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം ഇനി ഒരു അറിയിപ്പ് കിട്ടുമ്പോഴാണ് നമുക്ക് കേബിൾ കാർ സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഹാളിൽ തന്നെ ഫുഡ് കോർട്ടും വെള്ളവും ഒക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട്. അത്യാവശ്യമെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങാം. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നും കൂടെ കൊണ്ടുപോകണ്ട. അവിടെ ക്ലോക്ക് റൂമുണ്ട്. അവിടെ വെച്ച് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് പോയാൽ മതി. ഇനി ഒരു 3-4 ഫ്ലോർ മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് കേബിൾ കാർ സ്റ്റേഷനുള്ളത്. ഇപ്പം ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കേബിൾ കാർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പോകാനുള്ള കേബിൾ കാറാണ് വരുന്നത്. ഒരു കാറിനകത്ത് 6 പേർക്ക് കൊള്ളാം. പിന്നെ നമ്മുടെ കൂടെ കുട്ടികളുണ്ടായതുകൊണ്ട് ഞങ്ങളെല്ലാവരെയും ഒരു കാറിൽ തന്നെയാണ് പോയത്. ഇതെങ്ങും സ്റ്റോപ്പ് ചെയ്യില്ല. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ നമുക്കതിൽ കയറേണ്ടതായിട്ടുണ്ട്. അതുപോലെ അവിടെ എത്തിക്കഴിയുമ്പോഴും ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങുകയും വേണം. എങ്ങും ഇത് നൃത്തത്തിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അതെല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു. കാരണം മൂവ് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ കയറും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ വളരെ സ്ലോയിലാണ് മൂവ് ചെയ്യുന്നത്. എല്ലാവർക്കും കയറാൻ പറ്റിയിട്ടുണ്ട്.
ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും കേബിൾ കാറിൽ കയറുന്നത്. അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ എല്ലാവരുടെയും മുഖത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ആഗ്രഹമുണ്ടായിരുന്നു, ഇത് എന്നാണ് സാധിക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മുടെ ഈ കൊല്ലത്ത് ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടായിട്ട് വരാൻ താമസിച്ചു പോയല്ലോ എന്നാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചടയമംഗലം ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയാണ്. എല്ലാ പ്രാവശ്യവും ലീവിന് വരുമ്പോൾ ഞങ്ങൾ കുറേ സ്ഥലം ലിസ്റ്റ് ചെയ്ത് വെക്കും, അവിടെ ഇവിടെയൊക്കെ പോകണമെന്ന്. അതിനകത്തുണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയാണ് ചടയമംഗലം ജടായുപ്പാറ. പക്ഷേ ലീവ് തീരുന്നത് കാരണം 1-2 സ്ഥലങ്ങളിൽ പോയിട്ട് ചേട്ടനങ്ങ് തിരിച്ചു പോകും, പിന്നെ എങ്ങോട്ടും പോക്കൊന്നും നടക്കാറില്ല. എന്തായാലും വേണ്ട എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റോടെ കൂടി നോക്കുകയാണ്, കാരണം മുകളിലോട്ട് പോകുന്തോറും അതിൻ്റെ ഭംഗി കൂടി വരികയാണ്. ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് കേബിൾ കാർ വഴിയുള്ള ഈ യാത്ര. നമുക്കിവിടെ മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഹെലിപ്പാഡ് കാണാൻ പറ്റും. ജടായു എർത്ത് സെൻറ്ററിലേക്കുള്ള പ്രവേശന സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ല സമയമെന്ന് ഞാൻ പറയും. കാരണം ഒരു 11 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല വെയിലാണ്, നല്ലതുപോലെ ടയേർഡാകും. അതേസമയം വൈകിട്ട് വരികയാണെങ്കിൽ നല്ല അറ്റ്മോസ്ഫിയറാണ്, നമുക്ക് സൺസെറ്റും നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ സൺസെറ്റും കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജടായുപ്പാറയുടെ അടുത്ത് എത്താറായി. നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഒരു ഗ്രൂപ്പ് താഴേക്ക് വരുന്നുണ്ട്. ഇത് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ സർവീസ് നടത്തിക്കൊണ്ടിരിക്കും. കുറച്ച് പേരെ മുകളിലേക്ക് കൊണ്ടുപോകും, കുറച്ച് പേരെ താഴേക്ക് കൊണ്ടുവരുന്നു. ഇതെപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഈ താഴെ കാണുന്ന സ്റ്റെപ്പിലൂടെയാണ് നടന്നു വരുന്നവർ മുകളിലേക്ക് വരുന്നത്. അവർക്ക് ഇടയ്ക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും അതുപോലെ വെള്ളം കുടിക്കാനുള്ള ഷോപ്പുകളും എല്ലാം ഇടയ്ക്കിടയ്ക്കുണ്ട്. കേബിൾ കാറിൽ നിന്നിറങ്ങി ഈ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ജടായുവിൻ്റെ ഭീമാകാരമായ ശില്പം തന്നെയാണ്. ഈ ശില്പത്തിനകത്ത് മ്യൂസിയം ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമാണിത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ശില്പിയുമായ ശ്രീ രാജീവ് അഞ്ചലിൻ്റെ സൃഷ്ടിയാണ് ഈ പക്ഷിശില്പം. 10 വർഷം കൊണ്ടാണ് അദ്ദേഹം ഈ ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ചിറക് അരിഞ്ഞു പോയിട്ടുള്ള രീതിയിലുള്ള ജടായുവിൻ്റെ ശില്പമാണ് നിർമ്മിച്ചിട്ടുള്ളത്. രാമായണത്തിൽ ജടായുവിന് വളരെ പ്രധാനമായൊരു സ്ഥാനമാണുള്ളത്. സീതാദേവിയെ ലങ്കാധിപനായ രാവണൻ അപഹരിച്ച് പുഷ്പക വിമാനത്തിൽ ലങ്കയിലേക്ക് പറക്കുകയായിരുന്നു. സീതാദേവി തന്നെ രക്ഷിക്കാനായി രാമലക്ഷ്മണന്മാരെ വിളിച്ചു കരഞ്ഞു. ആ കരച്ചിൽ കേട്ട് ആപത്ത് മനസ്സിലാക്കിയ ജടായു രാവണനെ ആകാശത്ത് വെച്ച് തന്നെ തടഞ്ഞു. തൻ്റെ കൊക്കും നഖവും കൊണ്ട് രാവണനുമായി യുദ്ധം ചെയ്തു. ശക്തനായ ജടായുവിനോട് പൊരുതി നിൽക്കാനായിട്ട് രാവണന് കഴിഞ്ഞില്ല. ഒടുവിൽ തൻ്റെ ചന്ദ്രഹാസം എന്ന അത്ഭുത വാളുകൊണ്ട് രാവണൻ ജടായുവിൻ്റെ ഒരു ചിറകരിഞ്ഞു. ചിറകറ്റ ജടായു താഴേക്ക് വന്നു വീണത് ഈ പാറയുടെ മുകളിലാണെന്നാണ് ഐതിഹ്യം. ശ്രീരാമചന്ദ്രന് വിവരം ധരിപ്പിക്കും വരെ ജീവിച്ചിരിക്കുമെന്നൊരു വരം കൂടി സീതാദേവി ജടായുവിന് നൽകി. സീതാദേവിയെ തേടി അലഞ്ഞ രാമലക്ഷ്മണന്മാർ ഒടുവിൽ ഇവിടെ എത്തി. ജടായുവിൽ നിന്ന് സീതാപഹരണത്തെപ്പറ്റിയുള്ള വിവരങ്ങളെല്ലാം ശ്രീരാമചന്ദ്രൻ അറിഞ്ഞു. ശ്രീരാമൻ ജടായുവിന് മോക്ഷം നൽകിയെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ജടായു പ്രതിമ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനും സത്യസന്ധതയ്ക്കുമുള്ള ഉയർന്ന ഒരു ബഹുമതിയായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നു. ജടായുവിൻ്റെ ഈ ശില്പം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ ഊന്നൽ നൽകുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ സ്റ്റാഫുകളിൽ കൂടുതലും സ്ത്രീകളെ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഈ ശില്പത്തിനകത്തേക്ക് പോകുവാനുള്ള എൻട്രൻസ് ആണിത്. റിനോവേഷൻ വർക്കുകൾ നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ONV ഒരു കവിത ഉണ്ട്. അത് 3 ലാംഗ്വേജുകളിലായിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ 5 നിലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ ശില്പത്തിനകത്തുള്ള കാഴ്ചകൾ. അതിൽ ഓഡിയോ വിഷ്വൽസും മ്യൂസിയവും മൾട്ടി ഡയമെൻഷൻ മിനി തിയേറ്ററും എല്ലാം ഉണ്ട്. ഏകദേശം 400 സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മ്യൂസിയമാണ് ഇതിനകത്തുള്ളത്. ഇവിടെ 4 സൈഡിൽ നിന്ന് നോക്കിയാലും ഈ ശില്പത്തിൻ്റെ വലുപ്പം നമുക്ക് കാണാൻ പറ്റും. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമുണ്ട് ഈ ശില്പത്തിന്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഓപ്പൺ സ്റ്റേജ് പോലുള്ള ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഹില്ലിൻ്റെ പൂർണ്ണമായ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിയാൽ ജടായു ശില്പം കുറച്ചുകൂടി നന്നായി കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ വെച്ച് സാംസ്കാരിക പ്രോഗ്രാംസ് സംഘടിപ്പിക്കാറുണ്ടെന്ന് തോന്നുന്നു. അതുമായിരിക്കാം ഇങ്ങനൊരു ഓപ്പൺ സ്റ്റേജ് കെട്ടിയിട്ടിരിക്കുന്നത്. നമ്മൾ പോകുന്നത് ശ്രീരാമ ടെമ്പിളിലേക്കാണ്. ടെമ്പിളിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു ഷോപ്പ് കാണാൻ പറ്റും. അവിടെ രുദ്രാക്ഷമാലയും ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനകത്തായി ഒരു വലിയ ശ്രീരാമ വിഗ്രഹം ഉണ്ട്. ഈ ജടായു ശില്പം പോലെ തന്നെ ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണിത്. ഇതിൻ്റെ വർക്കുകളും കൊത്തുപണികളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ജടായു പാറയിൽ വന്നാൽ നമുക്ക് എല്ലായിടത്തും വീഡിയോ എടുക്കാനും എല്ലാത്തിനുമുള്ള അനുവാദമുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിനകത്ത് വീഡിയോസൊന്നും എടുക്കാനുള്ള അനുവാദമില്ല. ക്യാമറാസൊന്നും അലൗഡല്ല. ക്ഷേത്രത്തിന് പുറകുഭാഗത്തായി ശ്രീരാമ ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ പാറ കാണാൻ പറ്റും. അതൊരു ഗ്ലാസ് ഇട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. അവിടേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഈ പാറയിലാണ് ശ്രീരാമ ഭഗവാന്റെ കാൽപാദം പതിഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സിന് പുറത്തുകൂടി ചെറുതായിട്ടൊന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ തിരിച്ചു പോകുന്ന വഴി ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് കുരങ്ങന്മാരെ കാണാൻ പറ്റും. അത് ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ജടായു ശില്പത്തിൻ്റെ ഭാഗത്തേക്ക് ഈ വാനരന്മാർ വരാറില്ല. ഇവിടെ വാനരയൂട്ടൊക്കെ കൊടുക്കുന്നത് കൊണ്ടായിരിക്കും അവർ ആ ഭാഗത്ത് മാത്രമേ കാണാറുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഇനി താഴേക്ക് പോവുകയാണ്. അവിടെ ഇനി ഗെയിം സോണൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. അതുപോലെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ നമുക്കിനി താഴേക്ക് പോകാം. ഇവിടെ കുട്ടികൾക്കായിട്ട് ഒരുപാട് ഗെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതാണ്.
അപ്പം ഞങ്ങളെല്ലാവർക്കും കൂടെ കയറാൻ പറ്റിയ ഒന്ന് 12D ആണ്. 12D ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ 12D റൈഡിലേക്കാണ് ഞങ്ങൾ ആദ്യം കയറുന്നത്. അവിടെ നമ്മൾ കയറുമ്പോൾ നമ്മുടെ മൊബൈലൊക്കെ വാങ്ങി വെക്കും. കാരണം പ്രത്യേക ഒരു റൈഡ് പോകുന്ന കണക്കാണ്. അതുകൊണ്ട് ഞങ്ങളടുത്ത് മൊബൈലെല്ലാം ബാഗിൽ വെക്കാൻ പറഞ്ഞു. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു, ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ചിലപ്പോൾ ഒന്ന് ഭയക്കാനുണ്ട്, ചിരിക്കാനുണ്ട്, എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് അറിയത്തില്ല, മറിഞ്ഞു വീഴുന്ന കണക്കൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർ ആ 12Dയിലും കൂടെ ഒന്ന് കയറണം, നല്ല സൂപ്പറാണ്. ഇവിടെ ആദ്യം ബദ്രിയും കൂടെ ഇവിടുത്തെ മിക്ക ഗെയിമിലും കയറി. അങ്ങനെ കയറി ഇറങ്ങി ഒന്ന് കയറി കഴിയുമ്പോൾ പറയും ഇനി അടുത്തതേ കയറണമെന്ന്. അങ്ങനെ ഇവർക്ക് ഇവിടുന്ന് വരാനേ മനസ്സില്ല. ഇപ്പം വേണ്ട ബൈക്ക് റൈഡിലാണ് പോകുന്നത്. എൻ്റെ പേരെന്തോന്നും എനിക്കറിയില്ല. രണ്ടുപേരും കൂടെ മത്സരിച്ച് ഓടിക്കുകയാണ് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന്. അങ്ങനെ ബദ്രിയെ ആദ്യം കൊണ്ട് ഞങ്ങൾ ഒരുവിധം അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിയതാണ്. കാരണം എല്ലാ ഗെയിമിലും അവർക്ക് കയറി അവർ എക്സ്പീരിയൻസ് ചെയ്യുകയായിരുന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.